രാവിലെ തന്നെ തെണ്ടാനിറങ്ങിയേക്കിട്ടേക്കാം. നമ്മുടെ വീട് ദേ കാണേണ്ടത്. ഈ കാണുന്ന പറമ്പ് ക്ലീൻ ചെയ്തിട്ട് ഇവിടെ ഓഡിറ്റോറിയം വരാൻ വേണേ. 1 2 ഓഡിറ്റോറിയം. കൺവെൻഷൻ സെന്റർ. ഇപ്പൊ ഓഡിറ്റോറിയം കൺവെൻഷൻ സെന്റർ എന്നുള്ള പറയുള്ളൂ. അപ്പൊ അങ്ങനെ ഈ പറമ്പിലോട്ട് തെണ്ടാനിറങ്ങിയേക്കാണ്. ഇവിടെ എല്ലാവരും മരവും തെങ്ങും എല്ലാം വെട്ടിക്കളയാൻ കേട്ടോ. ഈ പറമ്പ് ഇനി ഉണ്ടാകൂല. കുറച്ച് ഓല ഞങ്ങൾക്ക് കൊണ്ടുപോകണം കേട്ടോ. അതുകൊണ്ട് ഇവിടെയൊക്കെ കിടക്കരിക്കൊക്കെ വെട്ടി കുടിച്ചിട്ടേക്കണ ആൾക്കാർ കണ്ട. ഈ ഓല കുറച്ച് കൊണ്ടുപോകണം. നമ്മുടെ വീടിൻ്റെ മത്തങ്ങയുണ്ട്, അതിൻ്റെ പുറത്തുകൊണ്ട് ഇടാനാണ്. ഓക്കെ, തെങ്ങൊക്കെ എല്ലാം വെട്ടിയിട്ടിടും. ഓൾമോസ്റ്റ് എല്ലാം ഇവിടെ വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കണം. എല്ലാം കഴിഞ്ഞിട്ടില്ല, കുറേ കഴിഞ്ഞ്. ഇന്നലെ ഇഷ്ടം പോലെ വെട്ടിയിട്ട് ഇവിടെ. അതെ, ഞങ്ങൾക്കൊരു ചൊട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ചൊട്ടക്ക് വേണ്ടിയിട്ടാണ് വന്നത് മെയിനായിട്ട്. ഞങ്ങൾക്ക് ഒരു ചൊട്ട കിട്ടിയിട്ടുണ്ട്. ബാക്കിയൊക്കെ എല്ലാവരും എടുത്തിട്ട് പോയി അല്ലേ. അപ്പോൾ അത് ഈ ചേനെ കൊണ്ട് എടുപ്പിക്കുന്നുണ്ട്. ഇതാണോ ചൊട്ടയെന്ന് എനിക്ക് പറഞ്ഞൂടത്. അത് തന്നെ മറിച്ചിട്ട് നോക്ക്. കണ്ട് ഇതിനകത്തൊക്കെ കുഞ്ഞിക്കരിക്കും അതെല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരും അത് എടുത്തുകൊണ്ട് പോയി. പിന്നെ അതെ കുറേ ഇത് കിടപ്പുണ്ട് കേട്ടോ. എന്താണ് എൻ്റെ പേര്? ഓല ഇത് കിടപ്പുണ്ട്. ഇവിടെ മൊത്തം പണിക്കാർ കരിക്ക് കുടിച്ചതിൻ്റെ കുറേ ഇതുകൾ അല്ലേ. ഇത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് കറങ്ങി നോക്കട്ടെ. ഏതായാലും ഇങ്ങനെ നടക്കണേയുള്ള അമ്മേ, ഒന്ന് കറങ്ങി നോക്കട്ടെ ഞങ്ങൾ. ഇവിടെ ആണെങ്കിൽ എവിടെയൊക്കെയാണ് കുഴിയെന്നും കൂടി അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സൂക്ഷിച്ചും കേട്ടൊക്കെ വേണം നടക്കാൻ. എനിക്കിവിടെ നിന്ന് ഒരു ഉണക്കത്തേങ്ങ കിട്ടി. അത് ഞാൻ മേരിയമ്മ കൊടുത്തു. അതാ ഇത് ഇടയിൽ കിടക്കണമായിരുന്നു. മേരിയമ്മ പിന്നെ നമുക്ക് വഴികാട്ടിയായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അല്ലേ. അതെ. അപ്പോൾ ഇപ്പം അവിടെ അവരെ വെട്ടണ മരങ്ങൾ കുറേ ജാതിക്ക മീനാണ് പണ്ട് അങ്ങനെ താഴത്ത് കണ്ടാ. ഇത് നോക്കിയ കഴിച്ച് ഞങ്ങൾ ഇത്ര നേരം നടന്നതിന് ഞങ്ങൾക്ക് ഒരു കുഞ്ഞി കരിക്കും കിട്ടി. അത് ഞങ്ങൾക്ക് 3 പേരും കൂടി വെള്ളവും കുടിച്ച്. ഇപ്പം ഞങ്ങൾക്ക് നല്ല അടിപൊളി പൊങ്ങ് കിട്ടി. ഇനി ഉണ്ടോ അത്? ആ തേങ്ങ എടുത്ത് വെച്ചാൽ നമുക്ക് കറിക്ക് എടുക്കാട്ടാ. ആ തേങ്ങ അതൊന്ന് പൊതിച്ച് തന്നാൽ എണ്ണ കണ്ടതിനകത്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല അടിപൊളി പൊങ്ങ. നമുക്ക് കേൾക്കാം. പൊങ്ങ് വേണം. എനിക്കൊരു തേങ്ങ കിട്ടി നടന്ന്. ചൊട്ടയല്ലേ? ഞാൻ പറഞ്ഞു സെന്ററിലായിട്ടാണ് ഞാൻ എടുക്കണത്. അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അറിയാം. അമ്മ പൂവ് എടുത്തത് 2 കിട്ടിയ കുറച്ച് മേരിയമ്മ കൊടുക്കുന്നത്. ഞങ്ങൾക്കൊരു കുഞ്ഞിക്കരിക്കും കിട്ടി. ഞാൻ അതേ മത്സ്യം 2-3 ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി നോക്കിയിട്ട് ഇനി ഇടാല്ലാന്ന് വിചാരിച്ചാണ്. അതാണ്. മധുരമുണ്ട്. അന്ന് വന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ പുറത്ത് പോയി കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്ത്. ഇപ്പം അതേ എൻ്റെ ബർഗർ കുറച്ച് വേണമെന്ന് പറഞ്ഞു. പുറത്തുനിന്ന് വാങ്ങിയല്ല കേട്ടോ, ഞാൻ ഉണ്ടാക്കുന്നതാണ് ഇവിടെ. എഗ്, ചീസ്, വെജിറ്റബിൾസ്. പിന്നെ ഞങ്ങൾക്ക് സോസ് വേണ്ടെന്ന് പറഞ്ഞു. കഴിച്ചില്ല. പിന്നെ അതെ ഇത് നിറയെ കരിക്കും വെള്ളം 1 ഗ്ലാസ് അതും കഴിച്ച് അങ്ങനെ വൈകുന്നേരം ആയിട്ട് ഇപ്പം നമുക്കൊന്നുകൂടി ഒന്ന് കറങ്ങിയാലോ. പിന്നെ ഞങ്ങൾ പുറത്തോട്ടൊക്കെ പോയിട്ട് എന്തൊക്കെ മേടിച്ചിട്ടാണ് ഞങ്ങൾ ചിക്കൻ മേടിച്ച്, റോണോനുള്ള ചിക്കൻ മേടിച്ച്, റോണോൻ്റെ ഡോഗ് ഫുഡ് മേടിക്കാനുണ്ടായിരുന്നു, അത് മേടിച്ച്. പിന്നെ പൈനാപ്പിളൊക്കെ മേടിച്ചിട്ടാ. കാര്യം പൈനാപ്പിൾ നല്ലതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇടയ്ക്ക് കഴിക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടി. എത്രയാണ് 3 കിലോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റേ ഉള്ളു. അപ്പം ഇനി ഓലയൊക്കെ എടുത്ത് മേളിലേക്ക് ഇടണം. നമുക്കൊന്നും കൂടി ഒന്ന് കറങ്ങിയാലോ. മേരിയമ്മനും പൊക്കി എടുത്ത് പോവാന്നാ. രീഷ, നീ എന്ത് തിന്നാലും നീ അതിൻ്റെ പകുതി എനിക്ക് തന്നിരിക്കണം, അല്ലെങ്കിൽ ശരിയാവൂല. അട്ട് ബർഗർ ഞാൻ 1 ഉണ്ടാക്കില്ല, ഞാൻ 2 ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാണ്. അപ്പം ഞാൻ വെച്ചേ അവിടെ ആൾ കിടക്കണേണ്, ഓൾറെഡി ആൾ കിടക്കണേ. ഞാൻ വെച്ച് വിളിച്ചേക്കാം, പാവല്ലേ എന്ന് വിചാരിച്ചു. നീ കഴിക്കില്ല എന്ന് വിചാരിച്ചിട്ട് വിളിച്ചതില്ല. അപ്പോഴത്തേക്ക് ഞാൻ വിളിച്ച്, വിനീഷ നീ വരണ്ടാ? ഞാൻ വരണ്ട്. പത്തൻ്റെ ഓടി വന്നപ്പോൾ ആദ്യം കണ്ടത് കരിക്കിൻ്റെ വെള്ളം. എന്തൊക്കെയാണ് പറഞ്ഞത്?
ആഹാ എനിക്ക് ഒറ്റ വരാതെ നീ ഇന്ന് കഴിക്കണേന്നല്ലേ കരിക്ക് പിറക്കം ഞാനുണ്ടായോളൂ പൊക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ കരിക്കുമ്പോൾ പറഞ്ഞ ഒരു കരിക്കൂടി പൊട്ടിക്കാൻ തുടങ്ങിയിട്ട് ഒരു കരിക്കൂടി പൊട്ടിച്ച് എനിക്ക് വെള്ളം തന്നു. ഞാൻ അപ്പം തന്നെ കുടിച്ചേക്കും ഇതാഴ്ച. ഞാൻ കണ്ടില്ല പൊട്ടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഞാൻ അപ്പം തന്നെ കുടിച്ചു. അതായത് ഇവിടെ നിർത്തിക്കും ബർഗറും പിന്നെന്താ കുക്കുംബർ പിന്നെന്താ അതിൻ്റെ ഉള്ളില്ല ബർഗറില്ല. അല്ല പിന്നെ വേറെ ബർഗർ മാത്രമല്ല ഉണ്ടായിരുന്നു. എന്റെ കരിക്കുണ്ടായിരുന്നു അത് ഒറ്റടി അടിച്ച് വേഗം തന്നെ കുറച്ച് കരിക്ക് അതാണ് എന്താണ് ഒരു സൈഡിൽ ഇപ്പുണ്ടായിരുന്നു. പറഞ്ഞേ നീ അപ്പൊ ഇത് കാണാതെ നീ എന്നെ കാണാതെ നീ ഒറ്റയ്ക്ക് ഇരുന്ന് തട്ടാനാണല്ലോ വിചാരം. ഒറ്റയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നോട് നീ ഇപ്പൊ ഡയറ്റ് ആണെങ്കിലും എന്താണെങ്കിലും നീ എന്ത് തിന്നുന്നോ അതിന്റെ പകുതി നീ എനിക്ക് തന്നേക്കണം. കാര്യം എന്റെ പാതി നീയാണ്. എന്റെ പാതി നീയാണ്. ഇല്ലെങ്കിൽ തന്നില്ല എങ്കിൽ നിനക്ക് എന്ത് സംഭവിക്കുന്നറിയാവോ? പറഞ്ഞപ്പോ തന്നെ ഞങ്ങളൊന്ന് പുറത്തോട്ട് പോകണേ. പുറത്തോട്ടല്ല അവിടെ തന്നെ ഒന്ന് പോകണം, ഒന്ന് കറങ്ങി നടക്കാന്ന് വിചാരിച്ചു. നല്ല രസമാണ് ആ പറമ്പിൽ കറങ്ങി നടക്കാം, നല്ല കാറ്റൊക്കെയാണ്. അപ്പൊ മേരിയമ്മനെ കിട്ടുമെന്ന് കൂട്ടി കുത്തിപ്പോക്കാനായിട്ട് കയ്യിലൊക്കെ എടുത്തില്ല. ബിനീഷ് ഇവിടെ തകൃതിയായിട്ടുള്ള പണിയിലാണ്. അതായത് നമ്മുടെ വീട്ടിലെ പീച്ചിങ്ങ ഇന്ന് കുക്കിംഗ് ആണ്, രണ്ടാമത്തെ ദിവസമാണ് ഉണ്ടാവുക. ആ വീഡിയോ നമ്മൾ അവിടെ വെച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതേ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനുണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ബർത്ത്ഡേ പരിപാടിയൊക്കെ വന്നപ്പോൾ അങ്ങോട്ട് പോകേണ്ടി വന്നു. അത് നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. ബർത്ത്ഡേ കാണാത്തവർ പോയി എന്തായാലും വീഡിയോ കണ്ടിട്ട് അടിപൊളിയാണ് ബർത്ത്ഡേ പരിപാടി. ഇപ്പോൾ ഒന്ന് കാണാം അല്ലേ. പിന്നെ ഇതേ നമ്മുടെ വീട്ടിലെ പിച്ചിങ്ങ അത് മുറിച്ച് പിന്നെ ബിനീഷ് ഇത്രയും പണിയെടുത്തിരിക്കണില്ല. അപ്പം ഞാൻ നല്ലൊരു അടിപൊളി ജ്യൂസ് അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. പാഷൻ ഫ്രൂട്ട് അതിൽ പഞ്ചസാരയും ഉപ്പൊക്കെ ഇട്ടിട്ട്. അങ്ങനെ അധികം പേരും കുടിക്കാറില്ലെന്ന് കേട്ടത്. നല്ല പൊളി. ഇത് കുടിച്ചിട്ട് അഭിപ്രായം പറയണം ബിനീഷ. ഓ യെസ്, ഇത് നോക്കാം നല്ല ഫ്രഷ് ജ്യൂസാണ് കേട്ടോ ഫാഷൻ ഫ്രൂട്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ടേക്കണം. എല്ലാവരും പഞ്ചസാര ഇട്ട് കഴിക്കും, അല്ലാത്തവര് വെറുതെ കഴിക്കണവര്. ഇതിപ്പോ നമുക്ക് അതല്ലട, ഇതിപ്പോ നമുക്കിപ്പോ ഈ ഗ്ലാസ് ഇല്ലേ, ഇതിനകത്ത് ഒരേ ഗ്ലാസും കൂടി നമുക്ക് ഇതിൽ തന്നെ ഉണ്ടാക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്ക്. ടേസ്റ്റ് ഉണ്ടാ? വീഡിയോ വേണ്ടി പറയരുത്. അതായത് നമുക്ക് ആ പുളിയില്ലേ, ഫാഷൻ ഫ്രൂട്ടിന്റെ പുളി ഉണ്ടാവുമല്ലോ, ആ പുളിയൊന്നും അറിയൂല. നല്ല അടിപൊളിയാണ്. ഉപ്പും പഞ്ചസാര കുടിക്കൂലേ. അതായത് ഇപ്പൊ അതൊരു എനർജി ഡ്രിങ്ക് ആയിട്ട് മാറണ്ട. ഉപ്പും പഞ്ചസാരയും ചെല്ലുമ്പോ തന്നെ ഗ്ലൂക്കോസ് ആയിരുന്നു. മധുരം കുറച്ച് കുറവ് അതായിരിക്കും. മധുരം കുറവ് സ്കോഷ് കുടിക്കുന്ന ഒരു സ്കോഷ് കുടിക്കുന്ന ഇത്. അതായത് നമുക്കപ്പോ ഷുഗർ കണ്ടന്റ് അധികം കയറൂല. അതെ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആയ ഷുഗറും ബഹളവും പരിപാടിയൊക്കെ ഫ്രഷ്. ഇതാകുമ്പോൾ ബിനീഷക്ക് ഇവിടെ പണിയെടുക്കാൻ നല്ല എനർജിയും കാര്യങ്ങളൊക്കെ ആവട്ടെ. പിന്നെ ഇത് കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഫോൺ ഇങ്ങനെ വെക്കും, എന്നിട്ട് സീരിയൽ കാണും, എന്നിട്ടാണ് പരിപാടിയൊക്കെ ഇവിടെ കുക്ക് ചെയ്യാം. അതെ, ചില നേരം കാണും, ചില നേരം കാണൂല. അതായത് ബോറടിക്കുമല്ലോ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈച്ചായി ഇതേപോലെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആരെങ്കിലും ഉണ്ടെന്നുള്ളൊരു ഫീല് തോന്നിക്കാൻ വേണ്ടി ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും സിനിമകളുണ്ടല്ലോ, ഹോട്ട്സ്റ്റാറിൽ സിനിമകളുണ്ടല്ലോ, അത് ഓണാക്കി വെക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും വെബ് സീരീസ് ഒക്കെ ഉണ്ട്, അതൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് ഇവിടെ ഇരുന്നിട്ട് കുക്ക് ചെയ്യുമ്പോൾ ആരൊക്കെയോ എൻ്റെ അടുത്ത് ഉള്ള പോലെ ആയിരിക്കും. അതിനകത്തോട്ട് നോക്കൂല. കുക്കിങ്ങിലാണെങ്കിൽ നമുക്ക് കേൾക്കാല്ല. ആ ഒരു ഫീലിൽ വന്നങ്ങാട് ചെയ്യും. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങളിത് ഇവിടെ നമ്മുടെ തൃശ്ശൂർ ശോഭ മാളല്ലേ സാർ, ഹൈലൈറ്റ് മാളിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യണ്ടായിരുന്നു. പിന്നെ പർച്ചേസ് ചെയ്യുന്ന കൂട്ടത്തിൽ കുറച്ച് ഫുഡ് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് നമുക്ക് കിട്ടാനായിട്ട് ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യും. 10-15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് എടുക്കണം, കഴിക്കണം. അപ്പോൾ അതിനിടയ്ക്ക് ഇയാൾക്കൊരു വീഡിയോ കോൾ ഉണ്ട്, അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചെയ്തു. ബിനീഷയ്ക്ക് ഇവിടെ വന്നപ്പോൾ ഭയങ്കര ആഗ്രഹം ഫുഡ് കഴിക്കണം, അത് ഇന്ന ഫുഡ് തന്നെ വേണം. അപ്പോൾ ഇവിടെ നല്ലോണം ക്രിക്കറ്റ് കളിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. മാളിൽ വന്നതിന് വലിയ സ്ക്രീനിൽ കാണാൻ പറ്റും. കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് ക്രിക്കറ്റ് കളി കാണാൻ പറ്റും. അപ്പോൾ വന്ന് കഴിഞ്ഞപ്പോൾ സ്മെല്ല് സഹിക്കാൻ പറ്റില്ല, എനിക്ക് ഇന്ന ഫുഡ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതായി. പിന്നെ ലാസ്റ്റ് നമ്മളൊരു ഫുഡ് ഓർഡർ ചെയ്തിട്ടാണ്. ഓർഡർ ചെയ്ത് ഇതേ വന്നിട്ടുണ്ട്. ആൾ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് ഞങ്ങൾ എന്താണെന്ന് കാണിച്ചു തരട്ടോ. കേട്ടോ, KFC ആണ് കേട്ടോ ഓർഡർ ചെയ്തേക്കുന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് കഴിക്കണം, KFC കഴിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്നലെ മിനിയാന്ന് 10-ാം തീയതി ഓഫർ ഉണ്ടായിരുന്നു, അന്ന് കഴിച്ചില്ല, അന്ന് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതേ കുറച്ച് ഫ്രൈഡ് ചിക്കനും മേടിച്ച്. പിന്നെ ബിനീഷക്ക് പെപ്സി മേടിച്ചിട്ടുണ്ട്, എനിക്ക് മേടിച്ചില്ല, എനിക്ക് പെപ്സി വേണ്ടെന്ന് പറഞ്ഞു.
പിന്നെ ഈ സ്ക്രീനിൽ നല്ലോണം ക്രിക്കറ്റ് കളിയാണ് കേട്ടോ. പിന്നെ ചെറിയ ക്ലോസ്ലാവ അങ്ങനത്തെ പരിപാടി സാധനങ്ങൾ, വെജിറ്റബിൾസ് സാലഡ് അതൊക്കെ മേടിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഇവിടെ വന്നിരിക്കണവർ മിക്കവാറും ഫുഡ് കഴിക്കാൻ വന്നിരിക്കണവരല്ല. ഇതിലൊരു 100-80% ആൾക്കാർ ഇത് കേട്ടോ നമ്മുടെ ISL കളി കണ്ടോണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഫുഡ്? കൊള്ളാം. ഇതാണ് എൻ്റെ ഫുഡ്. ഇതിനെക്കുറിച്ച് ആപ്പിളുണ്ട്, പിന്നെ ക്യാരറ്റ്, കടല, അങ്ങനത്തെ അത്യാവശ്യം വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിനീഷ് ഇവിടെ തകൃതിയായിട്ടുള്ള വീഡിയോ എടുക്കലും പരിപാടിയൊക്കെ ഉണ്ടാ കണ്ടല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും കഴിച്ചു തുടങ്ങട്ടെ കേട്ടോ ഗൈസ്. മുട്ടൻ വിറ്റുണ്ട് കേട്ടോ. അതെ, ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് ഏകദേശം. അപ്പോൾ നമ്മുടെ റോണോനി ഒരു പീസ് എടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കി പീസൊക്കെ ഇതിനകത്ത് പാക്ക് ചെയ്തിട്ട് സത്യത്തിൽ ഇവിടെ ഉള്ളവരൊക്കെ നോക്കുന്നുണ്ട്, ഇവള് എന്തോന്നാണ് എല്ല് വരും കളയൂലേ. ഇത് ക്ലീൻ ചെയ്യുന്ന ആള് വരുമല്ല. സാധാരണ ഇതിനകത്ത് എല്ലാവരും എല്ല് വേസ്റ്റ് എല്ലാം ഇട്ടിട്ടുണ്ടോ. അപ്പൊ അവര് വിചാരിക്കും ഇതെന്താണ് ഈ തിന്നവര് എല്ലും കൂടി തിന്നാന്ന് വിചാരിക്കും. എല്ലും കൂടി അടിച്ച് കഴിച്ചിരുന്നില്ല. അപ്പൊ ഇതിനകത്ത് ഉണ്ടായിരുന്നു അതേ കുറച്ച് ബാക്കി വന്നത് ഞങ്ങൾ ഇതിനകത്ത് മാറ്റി വെച്ചിട്ട് ഇതിനകത്തോട്ട് റോണുള്ളത്. കാരണം ഞാൻ ഈ കവറിലിട്ടിട്ട് പോകുമ്പോ ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തുറന്നു പോകും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇട്ടായിരുന്നു. അതാകുമ്പോ കുഴപ്പമില്ലല്ലോ. ഈ പാത്രം പോകുമ്പോൾ നമുക്ക് കിട്ടുകയും ചെയ്യും. അതെ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ വന്നപ്പോൾ ഒരു അൽഫോൺസോ മാംഗോ കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. കൊള്ളാം, അത്യാവശ്യം നല്ല ഓഫറിൽ നല്ല ടേസ്റ്റി ആണ്. എന്തായാലും ഞങ്ങൾ കഴിച്ച് പോകാൻ വേണ്ടി പോകണം. അടുത്ത സ്ഥലത്ത് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ബിനീഷക്ക് ചെറിയൊരു ചോക്ലേറ്റ് ഐസ്ക്രീം കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കിഡ്സിൻ്റെ ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം മേടിച്ചിട്ടാണ്. കാരണം ഇപ്പം മധുരം കഴിക്കണില്ല. അപ്പോൾ വലുത് വാങ്ങിയിട്ടുണ്ടെങ്കിലേ ഇച്ചിരി കഴിക്കൂലെന്ന് തോന്നുന്നു. പിന്നെ ഇത് വാങ്ങാമെന്ന്. അപ്പം ഞാനും ഓൾറെഡി ഐസ്ക്രീം ഷുഗർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ കഴിക്കലില്ല. പിന്നെ ബിനീഷക്ക് വല്ലപ്പോഴൊക്കെ എന്നോട് പറയുള്ളൂ ഇതുപോലെ ഐസ്ക്രീം വേണം. പിന്നെ ഞാനൊരു ഐസ്ക്രീം മേടിച്ചു. ഐസ്ക്രീം കഴിക്കാറില്ല. എനിക്ക് ചുമയും തുമ്മലും വരും. ഇന്ന് എന്തായാലും ഏത് നിമിഷം ഇത് പ്രതീക്ഷിക്കാം. അതാണ് ആകെയുള്ള ടെൻഷൻ കേട്ടോ. ഞങ്ങൾക്ക് തുമ്മലും ജലദോഷവും ഒക്കെ വരും ഈ ചോക്ലേറ്റ്. പക്ഷെ നല്ല അടിപൊളിയാണ്. കിഡ്സിൻ്റെ ഏതുണ്ട് ചെറിയ ഇതാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി വലുതായിരിക്കും കേട്ടോ. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും. അതിന് മേളിൽ ഡെക്കറേഷനൊക്കെ വേണമെങ്കിൽ ഡെക്കറേഷൻ ചെയ്ത് തരും. അപ്പോൾ ഇയാൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അത്ര ബ്യൂട്ടി വേണ്ടല്ലേ. എനിക്ക്